വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാः സ്ഥിരൈരङ्गैस्तुष्टुवांसस्तनूभिर्यशेम देवहितं यदायुः. स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु. ओम शांति शांति शांति. നമ്മൾ പ്രശ്നോപനിഷത്തിൽ ആദ്യത്തെ പ്രശ്നമാണ് പഠിക്കുന്നത്. ഒരു വർഷക്കാലം പിപ്പലാദ മഹർഷിയുടെ അരികെ ശ്രദ്ധയോടെ തപസ്സോടെ ബ്രഹ്മചര്യത്തോടെ താമസിച്ച ശേഷം 6 ജിജ്ഞാസുക്കൾ ഗുരുവെ സമീപിച്ച് പ്രശ്നം ഉന്നയിക്കുകയാണ്. ആ പ്രശ്നങ്ങളും സമാധാനങ്ങളും പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, ചോദിക്കുന്നത് ഓരോ വ്യക്തിയാണെങ്കിലും കേൾക്കുന്നത് 6 വ്യക്തികളുമാണ്. അതിവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ 1-ാം ചോദ്യം, 2-ാം ചോദ്യം, 3-ാം ചോദ്യം, അങ്ങനെ 6 ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോന്നും ഉത്തരോത്തരം സൂക്ഷ്മമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരാളെ ചോദിക്കൂ, അതിന് ഉത്തരം പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആൾ ചോദിക്കുന്നത്. അങ്ങനെ 1-ാമത്തെ ചോദ്യം, അല്ലയോ ഭഗവാനെ, ഈ പ്രജകളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? കാര്യപ്രപഞ്ചത്തിൻ്റെ കാരണമെന്ത്? അവിടെ പിപ്പലാദ മഹർഷി പറഞ്ഞു, ഈശ്വരൻ പ്രജാപതി പ്രജാകാമനായി, പ്രജാകാമത്വം പ്രകടമായി. അതിനുശേഷം തപസ്സനുഷ്ഠിച്ചു, എന്നുവെച്ചാൽ സൃഷ്ടി വിഷയകമായ ആലോചനകൾ ചെയ്തു. തപസ് ചെയ്ത ശേഷം ഇണയെ ഉണ്ടാക്കി. ആ ഇണയാണ് ദ്രവ്യവും ഊർജവും, രയും പ്രാണനും. ഇവയുടെ ചേർച്ച കൊണ്ട് എല്ലാ പ്രജകളും ഉണ്ടാക്കും എന്ന് സങ്കല്പിച്ചു. ഇതാണ് വാസ്തവത്തിൽ ചോദ്യത്തിനുള്ള ഉത്തരം. പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പല ദിശകളിലൂടെ അപഗ്രഥിക്കാൻ സഹായിക്കാനും രയി പ്രാണാത്മകമായ ജഗത്തിനെ പരിചയപ്പെടുത്താനും ഇവ രണ്ടും ആപേക്ഷികമാണെന്ന് ഉറച്ചു മനസ്സിലാക്കിപ്പിക്കാനും തുടർന്ന് ഉപദേശിക്കുക. ശരിക്കും ചോദ്യത്തിന് ഉത്തരം ഒരു മന്ത്രത്തിൽ കഴിഞ്ഞു.
ആ വിശദീകരണത്തിൽ പറയുകയാണ്, സൂര്യൻ പ്രാണനാണ് എങ്കിൽ ചന്ദ്രൻ രേഖയാണ്. ഈ കാണാകുന്ന എല്ലാം രേഖയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യക്ഷമാകുന്ന എല്ലാം ദ്രവ്യമയമാണ്. പ്രത്യേകിച്ച് ആകാരത്തോടു കൂടിയിരിക്കുന്നതും അല്ലാത്തതും. അപ്പൊ പ്രത്യേകിച്ച് ആകാരത്തോടു കൂടി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ വെള്ളം പ്രത്യേകിച്ച് ആകാരത്തോടു കൂടി ഇരിക്കുന്നതല്ല, പക്ഷേ അതും രൂപമുള്ളതാണ്, അതും ഇത് എന്ന് പറയാവുന്നതാണ്. അതേ വെള്ളം തന്നെ ഹിമമാകുമ്പോൾ ഐസ് കട്ടയാവുമ്പോൾ അത് ആകാരത്തോട് കൂടിയതാണ്. രൂപവുമുണ്ട്, ആകാരമുണ്ട്. അപ്പോൾ രൂപവും ആകാരവും ഉള്ളതും രൂപമുള്ളതും ആകാരമില്ലാത്തതും ഒക്കെ രേഖയാണ്. ആ രേഖയെ മുഴുവൻ ചൈതന്യവത്താക്കുന്നതാണ് പ്രാണൻ. ഇവ രണ്ടും ആത്യന്തികമല്ല, രണ്ടും പ്രജാപതിയുടെ രണ്ട് ഭാവങ്ങൾ മാത്രമാണ്. ഇതാണ് ഇത്രയും നേരം പഠിച്ചതിൻ്റെ താത്പര്യം. അവിടെ പറഞ്ഞു, തത്വ പ്രബോധം ചെയ്യുന്ന ഋഷി കുറച്ച് കാൽപ്പനിക ദൃഷ്ടിയൊക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് സൂര്യോദയത്തിൽ പ്രാണോദയത്തെ കാണുകയാണ് ഋഷി. എന്നൊരു പറയാം, സൂര്യോദയത്തിൽ പ്രാണോദയത്തെ കാണുന്നു. പ്രാണൻ ഉദിക്കുന്നതോ അസ്തമിക്കുന്നതോ അല്ല. സൂര്യൻ ഉദിക്കുന്നതോ അസ്തമിക്കുന്നതോ അല്ലല്ലോ. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ സൂര്യോദയം കാണുന്നുണ്ട്. നമ്മൾ സൂര്യോദയത്തെ കാണുന്നത് സൂര്യോദയമായിട്ടാണ്. ഋഷി സൂര്യോദയത്തെ പ്രാണോദയമായി കാണും. നോക്കൂ, സയേഷ വൈശ്വാനരോ വിശ്വരൂപ പ്രാണോഗ്നിരുദയതേ തദേതത് ഋചാഭ്യുക്തം. സയേഷ വൈശ്വാനരോ വിശ്വരൂപ പ്രാണോഗ്നിരുദയതേ തദേതത് ഋചാഭ്യുക്തം. ഛേദിച്ച് പറയാം. സഹ ഏഷഃ വൈശ്വാനരഃ വിശ്വരൂപഃ പ്രാണഃ അഗ്നിഃ ഉദയതേ തത് ഏതത് ഋചാ അഭ്യുക്തം. സയേഷ വൈശ്വാനരഃ. ഏഷ എന്ന് പറഞ്ഞാൽ ഇവൻ. അപ്പൊ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു പോകണമെന്ന് കാണുമ്പോൾ ഇവൻ എന്ന് പറയുകയാണ്. സഹ അവൻ. ഇപ്പൊ പറഞ്ഞ പ്രാണൻ, നമ്മളാൽ പറയപ്പെട്ട ചിന്തിക്കപ്പെട്ട പ്രാണനാണ് ഇത് ഉദിക്കുന്നത്. സയേഷ വൈശ്വാനര. ആരാണിവൻ? വൈശ്വാനരനാണ്, അഗ്നിയാണ്. വൈശ്വാനര ശബ്ദം പല അർത്ഥത്തിൽ വേദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വൈശ്വാനര അഗ്നിയായിട്ട് പറയുന്നുണ്ട്, വയറിലുള്ള ജഠരാഗ്നി. വിശ്വത്തിലുള്ള സമസ്ത നരന്മാരെയും ചേർത്ത് സമഷ്ടി വിശ്വഭാവത്തെ സൂചിപ്പിക്കാൻ വൈശ്വാനര ശബ്ദം പറയുന്നുണ്ട്. ഈശ്വരനെ സൂചിപ്പിക്കാൻ വൈശ്വാനര ശബ്ദം പറയുന്നുണ്ട്. ഇതൊക്കെ പല പല സന്ദർഭങ്ങളിലുണ്ട്. അഗ്നി എന്നും അർത്ഥമുണ്ട്. അപ്പൊ സൂര്യനിൽ അഗ്നിയെ കണ്ടിട്ട് പറയുകയാണ്, അഗ്നി ഉദിച്ചു. ആരാ? വിശ്വരൂപ. വിശ്വം മുഴുവൻ രൂപവത്താക്കുന്ന, അഥവാ പല പ്രകാരത്തിലുള്ള രൂപങ്ങളോടുകൂടിയ എല്ലാ രൂപങ്ങളും അവൻ്റെ രൂപങ്ങളാണ്. ഈ പ്രപഞ്ചത്തിലെ സമസ്ത രൂപവുമായി തീരുന്നത് വാസ്തവത്തിൽ ഈ സൂര്യൻ ഏകരൂപനാണ്. അങ്ങനെയുള്ള സൂര്യനിത ഉദിക്കുന്നു. ആരുദിക്കുന്നു? പ്രാണൻ ഉദിക്കുന്നു. വീണ്ടും പറയുന്നു അഗ്നി ഉദയതേ, അഗ്നി ഉദിക്കുന്നു. ഇതൊക്കെ വൈശ്വാനരഃ വിശ്വരൂപഃ
പ്രാണ അഗ്നി, 4 പര്യായവാചികളാണ്. അഗ്നിയാണ് ഉദിക്കുന്നത്, പ്രാണനാണ് ഉദിക്കുന്നത്, വൈശ്വാനനാണ് ഉദിക്കുന്നത് എന്ന് സൂര്യോദയത്തിൽ മഹർഷി ഉദയത്തെ കണ്ടു. എന്നിട്ട് പറയുകയാണ് തദ്ദേതത്, അങ്ങനെയുള്ള ഇത്, ഈ ആശയം ഉണ്ടല്ലോ, അപ്പം ഞാൻ പറഞ്ഞ ആശയം, ഇത് ഞാനായിട്ട് ഉണ്ടാക്കി പറഞ്ഞതല്ല. പിന്നെ ഋചാ അഭ്യുക്തം, ഋക്കിനാലും പറയപ്പെട്ടിട്ടുണ്ട്. ഋച എന്ന് പറഞ്ഞാൽ ഋക്കിനാൽ. ഋചാ, ഋക്കിനാൽ. ഋക്കെന്ന് പറഞ്ഞാൽ വേദം. ഇവിടെ നമ്മൾ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയെ സൂചിപ്പിക്കുകയാണ്. ഇത് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ചതല്ല. പിന്നെ അനാദിയായ ഋഷി പരമ്പരയിൽ ഉറച്ചതാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും ഓരോ ആചാര്യൻ ഉപദേശിക്കുമ്പോഴും ആ ഉപദേശിക്കുന്നത് സ്വന്തം നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ്, സ്വന്തം അനുഭൂതി സമ്പന്നതയിൽ നിന്നാണ്. എങ്കിലും പൂർവാചാര്യന്മാരുടെ സമ്മതി എടുത്ത് കാണിക്കും. ഭഗവത്ഗീത നോക്കൂ, മുഴുവൻ കാണാം. ഇങ്ങനെ പറയുന്നു. ആര് പറയുന്നു? പൂർവികന്മാർ. അതുകൊണ്ട് നമ്മൾ ഉപനിഷത്ത് പോയപ്പോൾ അവിടെ ഇത് തന്നെയാണ് പറയുന്നത്. ഋജാഭ്യുക്തം ദേശുശ്രുമ പൂർവേഷാം, അല്ലെങ്കിൽ ഈ ദേശുശ്രുമധീരാണാം എന്നൊക്കെ. ഇത് കണ്ട് നമ്മൾ ബ്രാഹ്മണങ്ങളിൽ പോകുമ്പോൾ അവിടെ ഇത് തന്നെയാണ് പറഞ്ഞത്. തദ്ദേശ ശ്ലോക. അത് കണ്ട് നമ്മൾ സംഹിതയിൽ പോയാൽ അവിടെ ഇത് തന്നെയാണ്. സംഹിത ആരംഭിക്കുന്നത് പോലും പൂർവികന്മാരായ ഋഷിമാരാൽ സ്തുതിക്കപ്പെട്ടതെന്ന് ഓർമ്മിച്ചുകൊണ്ടാണ്. പൂർവേഭിഹി ഋഷിഭിഹി വിദ്യ, ഒന്നാമത്തെ ഋക്ക് തന്നെ. പറഞ്ഞതിന് താല്പര്യം ഈ പറയുന്നതെല്ലാം അനാദിയായ ആചാര്യ പരമ്പര പറഞ്ഞു വെച്ചതാണ്. ഇന്നലെ ആരംഭിച്ചതല്ല. ഈ അനാദിയായ ആർഷോപദേശത്തിൽ ഉറച്ചിരിക്കുന്നു എന്നുള്ളതാണ് സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ. ഇതേതെങ്കിലും വ്യക്തിയുടെ കൽപ്പനകളല്ല. ഈ പ്രമാണത്തിന് അനുസൃതമാകുമ്പോൾ വ്യക്തികൾ പറയുന്നതൊക്കെ പ്രാമാണികമാവും. ഇതിന് വിരുദ്ധാവുമ്പോൾ നമ്മൾ വ്യക്തികൾ പറഞ്ഞതിന് തള്ളും. അതാണ് സനാതന ധർമ്മത്തിൻ്റെ മാന്യത. പരമപ്രമാണം വേദമാണെന്നർത്ഥം. ഇവിടെ പറയുന്നു തദ്ദേത ഋചാഭ്യുക്തം. എന്താ ഋക്ക് പറയുന്നത്? നോക്കൂ, വിശ്വരൂപം ഹരിണം ജാതവേദസം പരാഗണം ജ്യോതിരേകം തപന്തം സഹസ്രരശ്മി ശതഥാ വർത്തമാനഃ പ്രാണപ്രജാനാമുദയത്യേഷ സൂര്യഃ. വിശ്വരൂപം ഹരിണം ജാതവേദസം പരാഗണം ജ്യോതിരേകം തപന്തം സഹസ്രരശ്മി ശതഥാ വർത്തമാനഃ പ്രാണപ്രജാനാമുദയത്യേഷ സൂര്യഃ. ഈ മന്ത്രം വളരെ വിശിഷ്ടമാണ്. ഋഗ്വേദ സംഹിതയിലും അഥർവവേദ സംഹിതയിലും ഒരുപോലെയുള്ള മന്ത്രമാണ് ഈ മന്ത്രം. അഥർവവേദ സംഹിതയിലുണ്ട്, ഋഗ്വേദ സംഹിതയിലുണ്ട്.
വിശ്വരൂപം, ഹരിണം, ജാതവേദസം, തപന്തം, ഇതൊക്കെ ദ്വിതീയയിലുള്ള പദങ്ങളാണ്. അപ്പം നമ്മൾ ഇവിടെ നിർദ്ദേശിക്കുന്നതായതുകൊണ്ട് പ്രഥമയിലേക്ക് മാറ്റണം. അർത്ഥം പറയും, അതെങ്ങനെയാണ് ദ്വിതീയായി നിങ്ങൾ പ്രഥമയിലേക്ക് മാറ്റുക? ഇത് വേദമായതുകൊണ്ട് സാമാന്യ ലൗകിക പാണിനീയ വ്യാകരണത്തിൻ്റെ നിയമങ്ങളൊന്നും അത്ര കർശനമായി നോക്കാൻ പറ്റില്ല. സംസ്കൃത ഭാഷ അഥവാ ഭാഷ എന്ന് പറയട്ടെ, പരിധികളില്ലാതെ അതിരുകളില്ലാതെ വികസിക്കുന്നൊരു ഭാഗമുണ്ടായിരുന്നു. അത് നമുക്ക് വേദങ്ങളിൽ കാണാം, പല ആർഷ കൃതികളിലും കാണാം. പിന്നീടാണ് മഹർഷിമാർ, വിശേഷിച്ച് പാണിനി മഹർഷി, വ്യാകരണത്തിൻ്റെ നിയമങ്ങളെ കൊണ്ട് വേലിക്കെട്ട് കെട്ടി ഇതിനപ്പുറത്തേക്ക് വളരണ്ട, ഇതിനപ്പുറത്തേക്ക് പോകണ്ട, അപ്പുറത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ഭാഷയെ സംരക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഛന്ദസ്സിൽ, വേദത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല പ്രയോഗങ്ങളും പാണിനീയത്തിനനുസരിച്ച് അർത്ഥം പറയാൻ പറ്റില്ല. ഇത് ശ്രദ്ധിക്കുന്നവർ പഠിക്കുക. അതുകൊണ്ട് ഇവിടെ പ്രഥമയിലെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. വിശ്വരൂപം എന്നുള്ളതിന് പകരം വിശ്വരൂപഹാന്ന് പറയാൻ പറ്റും. വിശ്വരൂപൻ ആരാ? വിശ്വരൂപൻ വിശ്വം മുഴുവൻ ആരുടെ രൂപമാണോ ആണ്. ഈ വിശ്വത്തിലെ സമസ്ത രൂപവുമായി തീരുന്നത്, അഥവാ പല പല രൂപങ്ങളെ സ്വീകരിക്കാൻ കഴിവുള്ളവൻ, അങ്ങനെയുള്ള വിശ്വരൂപൻ ഹരിണം. ഇവിടെ ഹരി എന്നെ അർത്ഥം എടുക്കാൻ പറ്റും. സർവത്തെയും ഹരിക്കുന്നവൻ, സർവത്തെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ, രശ്മികളോടൊത്തവൻ. ഹരി രശ്മികളോടൊത്തവൻ, സകലത്തിനെയും നശിപ്പിക്കുന്നവൻ, സകലത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ, രശ്മികളോടൊത്തവൻ. ഇങ്ങനെ അനേക അർത്ഥം പറയാം ഹരിശബ്ദത്തിൽ. ഇവിടെ സ്വീകാര്യമായതാണ് പറയുന്നത്, വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്തായാലും ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത് രശ്മി ബന്ധം എന്നാണ്, രശ്മിയോടൊത്തവൻ. ജാതവേദസം, ജാതവേദസ്, ജാതവേദസ് അഗ്നിയുടെ പര്യായമാണ്. അറിവോടൊത്തവൻ, സകലരുടെ സകല കർമ്മങ്ങളെയും അറിയുന്നു. നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളെയും അകത്തും പുറത്തും നിന്ന് നോക്കി കാണുന്നവനാണ് അഗ്നി. സകല കർമ്മസാക്ഷിയാണ് അഗ്നി. സകല കർമ്മസാക്ഷിയാണ് അഗ്നി. അതുകൊണ്ട് അഗ്നി സകലത്തിനെയും അറിയുന്നു. ഇനി വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേദത്തോടൊപ്പം ജനിച്ചവനാണ് അഗ്നി. വേദത്തിൻ്റെ ഒന്നാമത്തെ മന്ത്രം തന്നെ അഗ്നിപരമാണ്. അഗ്നിമേളേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അഗ്നിയാണ് ജാതവേദസ്. പരായണം, എല്ലാവർക്കും പരമമായ ആശ്രയമായവൻ, എല്ലാവർക്കും പരമമായ ലക്ഷ്യസ്ഥാനമായവൻ, അങ്ങനെ പരായണനായവൻ ആരാ? ജ്യോതിഹി, പ്രകാശസ്വരൂപൻ, ജ്യോതിസ്. എല്ലാത്തിനെയും തപിപ്പിക്കുന്ന ഏകൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ തപിപ്പിക്കുന്ന, ഊർജവത്സലമാക്കുന്ന ഏകൻ ആരാ? സഹസ്രലക്ഷ്മി, 1000 ലക്ഷ്മികളോടൊപ്പം. അവിടെ 1000 എന്നുള്ളത് അനന്തതയെ സൂചിപ്പിക്കും. അനന്തങ്ങളായ രശ്മികളോടൊത്തവൻ. ശതധാവർത്തമാന, 100 പ്രകാരത്തിൽ വർത്തിക്കുന്നവൻ. അവിടെ 100 പ്രകാരം എന്ന് പറഞ്ഞാൽ അനേകം പ്രകാരത്തിൽ വർത്തിക്കുന്നു.
ഏതെല്ലാം ഭാവത്തിലാണ് സൂര്യൻ വർത്തിക്കുന്നത് നമുക്ക് പറയാൻ വയ്യ. ഇനിയും 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 നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ സൗരയൂഥത്തിലെ സകല ഊർജഭാവങ്ങളുമായി സൂര്യൻ തന്നെയാണ് പരിണമിക്കുന്നത്. അങ്ങനെയെല്ലാമുള്ള സൂര്യ പ്രാണൻ എല്ലാത്തിനെയും ചേഷ്ടിപ്പിക്കുന്നവനാണ്, പ്രവർത്തിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഏഷ സൂര്യ, ഈ സൂര്യൻ പ്രജാനാം ഉദയതി, പ്രജകൾക്ക് മുമ്പാകെ ഉദിക്കുന്നു. ശ്രദ്ധിക്കുക, പ്രജകൾക്ക് മുമ്പാകെ ഉദിക്കുന്നു. അല്ലാണ്ട് സൂര്യൻ ഉദിക്കണമില്ല, അസ്തമിക്കണമില്ല. സൂര്യൻ എന്ത് ഉദയം, എന്ത് അസ്തമയം. എന്നാൽ പ്രജകൾക്ക് മുമ്പാകെ, ജീവരാശികൾക്ക് മുമ്പാകെ സൂര്യൻ ഉദിക്കുന്നു. ഉദിക്കുമ്പോൾ എല്ലാം ചൈതന്യവത്താകുന്നു. ഇത് സംഹിതയിൽ പറഞ്ഞ മന്ത്രമാണ്. ഈ മന്ത്രത്തെ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ മന്ത്രത്തിൽ ഋഷി എന്ത് പറഞ്ഞത്? സൂര്യോദയത്തിൽ പ്രാണോദയം കണ്ടത്. വൈശ്വാനര, വിശ്വരൂപ, പ്രാണ, അഗ്നി തുടങ്ങിയ പദങ്ങളൊക്കെ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു. അത് ഞാൻ തോന്നിയോണം പറഞ്ഞൊന്നുമല്ല, സംഹിതയിൽ ഇങ്ങനെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് സനാതന ധർമ്മത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് മനസ്സിലാക്കുക. വ്യക്തമാണല്ലോ, ഇത് മറന്നു പോകരുത്. ഒരു തവണ നേരം വിചാരിച്ചിടത്ത് എത്തിയിട്ടില്ല, എന്നാലും തീർക്കാന്ന് കരാറൊന്നുമില്ലല്ലോ. ഓർമ്മ വരുന്ന പറയാണ്ടും വയ്യ. ഒരു 4-5 വർഷം മുമ്പ് ആശ്രമത്തിൽ 2-3 പേര് വന്നു. സാധാരണ പോലെ സ്നേഹപൂർവ്വം അവരോട് സ്വീകരിച്ചിരുത്തി ഇരിക്കും. വെള്ളം വല്ലതും കുടിച്ച് വരും എന്നൊക്കെ പറഞ്ഞു. അവർ വെള്ളമൊക്കെ കുടിച്ച് വന്നു. അവർ പറഞ്ഞു, ഞങ്ങളൊരു പബ്ലിക്കേഷൻ്റെ, ബുക്ക് പബ്ലിക്കേഷൻ്റെ പ്രവർത്തകരാണ്. നിങ്ങളിവിടെ വന്നത് ഞാൻ വിചാരിച്ചു വല്ല പുസ്തകവും, ആശ്രമത്തിൻ്റെ വല്ല പുസ്തകവും റീപ്രിൻ്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ മറ്റോ ചോദിക്കാനാണെന്ന് വിചാരിച്ചു. ഒരു സ്വാമിയുടെ ചിദാനന്ദപുര സ്വാമിയുടെ മൊഴിമുത്തുകൾ ഒരു ഗ്രന്ഥമാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സ്വാമി അതുകൊണ്ട് സ്വാമിയുടെ കുറേ വാക്കുകൾ തരണം. ഞങ്ങൾ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ചിദാനന്ദപുര സ്വാമിയുടെ ഒരു മൊഴിമുത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വബോധം ഉണ്ടെങ്കിൽ ഇനിയും ഉണ്ടാവില്ല. പൂർവികന്മാർ എന്ത് പറഞ്ഞു അത് ഇന്നത്തെ ഭാഷയിൽ വിവിധ രീതിയിലൊക്കെ മാറ്റി പറയല്ലാണ്ട് പുതുതായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. പഴയ തന്നെയുള്ളൂ. അപ്പോൾ ഋഷിമാർ പറഞ്ഞ വാക്കുകളെ അടർത്തിയെടുത്ത് അതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് എൻ്റെ വാക്കുകളാണെന്നും പറഞ്ഞിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് നിങ്ങൾ വേറെ വല്ലയിടത്തും പോയിക്കൊള്ളുക, അവിടുന്ന് മൊഴിമുത്തുകൾ കളക്ട് ചെയ്തോളുക. ഇവിടുന്ന് ഇല്ല. ഇതന്നെയാ പറഞ്ഞു. എനിക്കെന്ത് മൊഴിമുത്താണ്? ഒരു മൊഴിമുത്തുമില്ല, ഒന്നുമില്ല. എന്ത് പറയാനുണ്ട് അതൊക്കെ പൂർവികന്മാർ ഋഷിമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കണ്ടാൽ നമ്മൾ വിനയാന്വിതരാകും. ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ പോകും. ഇതാണ് എൻ്റെ സത്യം. ഇതിൽ നിന്ന് ഭിന്നമായിട്ട് നിങ്ങൾ എന്ത് കണ്ടാലും ഞാൻ കൊടുത്തതാണെന്ന് വിചാരിക്കരുത്. ഇത് പറയാൻ കാരണം ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ ഉത്സവത്തിൻ്റെ നോട്ടീസിൽ കണ്ടു, പ്രാണികൾക്ക് മുഴുവൻ അഭ്യുദയവും നിശ്രേയസവും ഉണ്ടാകുന്നതിന് എന്താണോ കാരണം അത് ധർമ്മമാണ്. സ്വാമി ചിദാനന്ദപുരി. മഹാഭാവി, ഇത് ചിദാനന്ദ സ്വാമി പറഞ്ഞതല്ല. ഇത് ഭഗവാൻ ഭാഷ്യകാരൻ ഭഗവത്ഗീതയുടെ ഭാഷ്യത്തിൻ്റെ ഉപക്രമത്തിൽ തന്നെ പറഞ്ഞതാ. ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസ ഹേതു യഹ സഹ ധർമ്മ. അത് മലയാളത്തിലാക്കിയിട്ട് അതിൻ്റെ ഞാൻ അടിച്ചു മഞ്ച എങ്ങനെ തുടങ്ങി. ഒരു ബൗദ്ധികമായ സത്യസന്ധത വേണ്ടേ നമുക്ക്? ചിന്തിക്കുക. അതിരിക്കട്ടെ. അതുകൊണ്ട് ഇത് പൂർവാചാര്യൻ പറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കൃതി. അത് ഓർമ്മിക്കുക. അപ്പം ഈ സൂര്യനെ പ്രാണനായിട്ട് പറഞ്ഞു. വ്യക്തമാണല്ലോ. ഇനി
വ്യത്യസ്ത കാലമാനങ്ങളെ പ്രജാപതിയായിട്ട് പറയുക. ഒന്നുകൂടി പറയാം, വ്യത്യസ്ത കാലമാനങ്ങളെ പ്രജാപതിയായിട്ട് പറയുകയാണ്. അപ്പോൾ പ്രജാപതിയാണെന്ന് പറയണമെങ്കിൽ രണ്ട് ഘടകം വേണം അതിൽ. ഒന്ന് പ്രാണനും ഒന്ന് രയ്യും. പ്രാണനും രയ്യും പരസ്പര അപേക്ഷിതങ്ങളാണ്. ഒന്നിൻ്റെ രണ്ട് ഭാവങ്ങളാണ്. അങ്ങനെ വ്യത്യസ്ത കാലമാനങ്ങളെ ഇനി പ്രാണനും രയ്യും ചേർന്ന പ്രജാപതിയായിട്ട് പറയുകയാണ്. നോക്കൂ എങ്ങനെ. സംവത്സരോ വൈ പ്രജാപതി തസ്യായനേ ദക്ഷിണം ചോത്തരം ച തദ്യേഹ വൈ തദിഷ്ടാപൂർത്തേ കൃതമിത്യുപാസതേ തേ ചാന്ദ്രമസമേവ ലോകമഭിജയന്തേ ത ഏവ പുനരാവർത്തന്തെ തസ്മാദേത ഋഷയ പ്രജാ കാമാ ദക്ഷിണം പ്രതിപദ്യന്തെ ഏഷഃ വൈ രയിർയ പിതൃയാണഃ. സംവത്സരോ വൈ പ്രജാപതിഃ തസ്യായനേ ദക്ഷിണം ചോത്തരം ച തദ്യേഹ വൈ തദിഷ്ടാപൂർത്തേ കൃതമിത്യുപാസതേ തേ ചാന്ദ്രമസമേവ ലോകമഭിജയന്തേ ത ഏവ പുനരാവർത്തന്തെ തസ്മാദേത ഋഷയഃ പ്രജാകാമാഃ ദക്ഷിണം പ്രതിപദ്യന്തെ ഏഷഃ വൈ രൈഃ യഃ പിതൃയാണഃ. ഇവിടെ വ്യത്യസ്ത കാലമാനങ്ങളെ പ്രജാപതി ആയിട്ട് പറയുകയാണ്. പ്രജാപതിയായിട്ട് പറയണമെങ്കിൽ ആ കാലമാനത്തിൽ രണ്ട് ഭാവം വേണം. ഒന്ന് പ്രാണഭാവം, രണ്ട് രയിഭാവം. ദ്രവ്യം, ഊർജം. ക്ഷമിക്കണം, ഊർജം, ദ്രവ്യം. അപ്പൊ സംവത്സരത്തെ പറഞ്ഞു. സംവത്സരത്തിൽ വ്യക്തമായി രണ്ടുണ്ട്. ഏതാ? സംവത്സരത്തിൽ വ്യക്തമായി രണ്ടുണ്ടല്ലോ, ഉത്തരായണവും ദക്ഷിണായനവും. അപ്പൊ ഉത്തരായണത്തെ പ്രാണനായി കാണുന്നു, ദക്ഷിണായനത്തെ രയിയായി കാണുന്നു. അത്ര അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ കാലമാനം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ നിങ്ങോട്ട് താഴത്തേക്ക് വന്നാൽ പിന്നെ ഉള്ളത് അയനമുണ്ട്. അയനത്തിന് ഈ പറഞ്ഞ രണ്ടില്ല. അവിടെ നിങ്ങോട്ട് താഴത്തേക്ക് വന്ന മാസമുണ്ട്. മാസം പ്രജാപതിയാണ്. അപ്പോൾ മാസം പ്രജാപതിയാണെന്ന് പറയുമ്പോൾ ശുക്ലപക്ഷം പ്രാണനാണ്, കൃഷ്ണപക്ഷം രയിയാണെന്ന് പറയുന്നത്. അവിടുത്തെ പിന്നെയും താഴത്തേക്ക് വന്ന മാസം കഴിഞ്ഞ ആഴ്ചയുണ്ട്. ആഴ്ചയ്ക്ക് ലക്ഷണമില്ല. പിന്നെയും താഴത്തേക്ക് വന്ന ദിവസമുണ്ട്. ദിവസത്തിന് ഈ ലക്ഷണമുണ്ട്. പകൽ പ്രാണനാണ്, രാത്രി രയിയാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ സംവത്സരം പ്രജാപതിയാണ്, മാസം പ്രജാപതിയാണ്, ദിവസം പ്രജാപതിയാണെന്ന് വേദം പറയുമ്പോൾ ഇത് രയി പ്രാണാത്മകമായ പ്രജാപതിയുടെ ഭാവം അനുസന്ധാനം ചെയ്യാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി മാത്രം. കാരണം അതല്ല പ്രജാപതി. പ്രജാപതി എന്ന് പറഞ്ഞാൽ ദ്രവ്യവും ഊർജവും ചേർന്ന ഈശ്വരന്റെ പ്രജാകാമത്വമുള്ള ഭാവമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ഇത്രയേ ഉള്ളൂ. സംവത്സരോ വൈ പ്രജാപതി. സംവത്സരം പ്രജാപതിയാണ്. സംവത്സരം പ്രജാപതിയാണ്. അതെങ്ങനെ? തസ്യ അയനേ ദക്ഷിണം ച ഉത്തരം ച. അതിൻ്റെ അയനങ്ങളാണല്ലോ ദക്ഷിണവും ഉത്തരവും. ഇത്രയുള്ളൂ. ഇതാണ് ഉപദേശം. ഇത് ഉപദേശിച്ചിട്ട് ഇനി അടുത്തതിലേക്ക് പോകേണ്ടതാണ്. എന്താ അടുത്തത്?
മാസം പ്രജാപതിയാണ് എന്നുള്ളതാണ് അടുത്തത്. പക്ഷേ നമ്മൾ സാധാരണ ലൗകികമായിട്ടായാലും വൈദികമായിട്ടായാലും നമ്മളിരുന്ന് സാധാരണ സംഭാഷണം ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ശാസ്ത്രീയമായ ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിലും വല്ല പ്രഭാഷണം ചെയ്യുകയാണെങ്കിലും ഒക്കെ തന്നെ ഏതെങ്കിലും ഒരു ആശയം പറയുമ്പോൾ അത് പറയുമ്പോൾ ഓർമ്മയിൽ വരുന്ന മറ്റ് ആശയം കൂടി അതിന് ചേർത്ത് പറയാറുണ്ട്. ഇല്ല? ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഞാൻ കുളത്തൂർ തിരിച്ചു പോയി. കുളത്തൂർ പോയിട്ട് പറയുകയാണ്, സ്വാമി എവിടെയായിരുന്നു 6 ദിവസം? ഞാൻ മാരാരിക്കുളം എന്നുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ. ഇതേ പറയണ്ടു. പക്ഷെ മാരാരിക്കുളം എന്ന് ഓർമ്മ വരുമ്പോൾ അപ്പം ഞാൻ കൂട്ടിച്ചേർത്ത് പറയും. എന്തൊക്കെയാ? അത് മഹാദേവൻ്റെ ക്ഷേത്രമാണ്, അവിടുത്തെ മുഖ്യ സ്ഥാനം. വളരെ കൃത്യമായി ശുദ്ധമായി ചടങ്ങുകൾ നടക്കുന്ന ഒരു സങ്കേതമാണ്. വളരെ വ്യവസ്ഥാപിതമായി ശുദ്ധമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. അത് നേരിട്ട് പോയി കണ്ടാൽ മനസ്സിലാകും. ക്ഷേത്രത്തിലെ താന്ത്രിക നൈമിത്തിക കർമ്മങ്ങളോടൊപ്പം തന്നെ മറ്റ് ശാസ്ത്ര പ്രചരണത്തിനുള്ള ക്രിയകളൊക്കെ അവിടെ ഉണ്ട്. ഒരുപാട് സേവാ പ്രവർത്തനങ്ങളുണ്ട്. ഇതൊക്കെ ആനുഷംഗികമായി ഓർമ്മ വരുമ്പം പറയും. ചിലപ്പോൾ പറയും, ഓർമ്മ വന്നില്ലെങ്കിൽ പറയുകയില്ല. ഓർമ്മ വന്നാൽ പറയും. ഇത് സാധാരണ നമ്മുടെയൊക്കെ ശൈലിയാണ്, അല്ലേ? ഋഷിക്കും ആ ശൈലിയുണ്ട്. അപ്പോൾ ഋഷി ഒരാശയം പറഞ്ഞപ്പോൾ അതുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നത് ഉടനെ ഓർമ്മ വന്നാൽ പറയും. അത് മുഖ്യോപദേശമായിട്ട് ഗണിക്കരുത്. മനസ്സിലാവുണ്ടോ? മുഖ്യോപദേശത്രയേ ഉള്ളൂ. സംവത്സരോ വൈ പ്രജാപതി തസ്യായനെ ദക്ഷിണം ചോത്തരം അത്രയേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ മുഖ്യോപദേശം. ഇത്രയും പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ആശയങ്ങൾ ഋഷി പറയുകയാണ്. അത് പ്രശ്നോപനിഷത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരമല്ല. പ്രശ്നോപനിഷത്തിലെ 1-ാം ചോദ്യത്തിൻ്റെ ഉത്തരമല്ല ഇനി പറയാൻ പോണത്. മറിച്ച് ഇപ്പോൾ സംവത്സരം അങ്ങോട്ട് പറഞ്ഞപ്പോൾ, ഉത്തരായണം ദക്ഷിണായനം എന്ന് പറഞ്ഞപ്പോൾ ഋഷിക്ക് ഓർമ്മ വരുന്ന മറ്റു ചില വിഷയങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുക. അതെന്താ പറയുന്നത്? യാവരാണോ വൈ നിശ്ചയമായും തദിഷ്ടാപൂർത്തേ കൃതമിത്യുപാസതേ, ഇഷ്ടാപൂർത്തങ്ങളെ ചെയ്തു എന്നഭിമാനിക്കുന്നത്, ഉപാസിക്കുന്നത്, ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെ ചെയ്ത് ജീവിക്കുന്നത് അവരുണ്ടല്ലോ ചാന്ദ്രമസമേവ ലോകമഭിജയന്തേ, ചാന്ദ്രലോകത്തെ പ്രാപിക്കും. ഒന്നുകൂടി പറയാം. ഈ ഇഷ്ടാപൂർത്തങ്ങളെ ചെയ്ത് കഴിയുന്നവര്, ഉപാസിക്കുന്നവര് ചാന്ദ്രലോകത്തെ പ്രാപിക്കും. രണ്ടാമത് അവിടെ ഇഷ്ടവും പൂർത്തവും ആദ്യം പരിചയപ്പെടണം. വൈദികമായി 2 തരം സത്കർമ്മങ്ങളുണ്ട്. ഒന്ന് ഇഷ്ടകർമ്മങ്ങൾ, 2 പൂർത്തകർമ്മങ്ങൾ. ഇഷ്ടകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഉള്ളത്, അതായത് അഗ്നി ക്രിയ ഉള്ളത്, ഹോമകുണ്ഡം ഉണ്ടാക്കി അതിൽ ചെയ്യുന്നത്. എല്ലാ യാഗങ്ങളും യജ്ഞങ്ങളും അഗ്നിപൂർവകമായി നമ്മൾ ചെയ്യുന്നു, മന്ത്രപൂർവകമായി ചെയ്യുന്നു. അഗ്നിയിലേക്ക് മന്ത്രപൂർവം ഹവിസർപ്പിക്കുന്നു. അങ്ങനെ മന്ത്രപൂർവം ഹവിസർപ്പിക്കുന്ന ക്രിയകളൊക്കെ ഇഷ്ടകർമ്മങ്ങളാണ്. ഇഷ്ടങ്ങളിൽ തന്നെ പല പ്രകാരത്തിൽപ്പെട്ട യാഗവിശേഷങ്ങളുണ്ട്. നിത്യാഗ്നിഹോത്രം മുതൽ വാജപേയം വരെയുള്ള അനേക യാഗങ്ങളുണ്ട്. അനേക സോമയാഗങ്ങൾ ചേരുന്ന അതിരാത്രം, അതുപോലെ വാജപേയം, ഇങ്ങനെ വലിയ വിശിഷ്ടങ്ങളായ യാഗങ്ങളുണ്ട്. എത്ര യാഗവിശേഷങ്ങളാണ്! അതൊക്കെ ഇഷ്ടങ്ങളാണ്. അപ്പം അവ ചെയ്യേണ്ടതാണ് എന്ന ഭാവനയോടുകൂടി ചെയ്യുന്നു. ആർക്കാരും വേണ്ടി ചെയ്യല്ല, ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യല്ല. അതാണ് കൃതമിത്യുപാസത എന്ന് പറയുന്നത്. ചെയ്യേണ്ടതാണെന്ന ഭാവനയോടുകൂടി ഉപാസിക്കുന്നു, ചെയ്യുന്നു ഇഷ്ടത്തെ.
പിന്നെ പൂർത്തമുണ്ട്. പൂർത്തം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഗുണകരമാകുന്ന സേവ പ്രവർത്തനങ്ങൾ ചെയ്യുക.